ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ക്രിസ്തുമസ് സ്പെഷ്യൽ റെസിപ്പിയാണ് കുൽക്കുൽ. ക്രിസ്തുമസിന് എല്ലാവരുടെ വീട്ടിലും ഈ ഒരു റെസിപ്പി ഉണ്ടാകും. ഒരു സ്നാക്കാണിത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. കഴിഞ്ഞ തവണ ഞാൻ ക്രിസ്തുമസ് ഫ്രൂട്ട് കേക്കാണ് വീഡിയോ ചെയ്തിരുന്നത്. കാണാത്തവര് അത് കാണാട്ടോ. ക്രിസ്മസിന് എപ്പോഴും രാഗിണ്ടാക്കി കൊടുത്താൽ ഈ സാധനത്തിന്റെ പേരെന്താ? കുൽക്കുൾ. കുൽക്കുൽ കുൽക്കുൽ കഴിച്ചു നോക്ക്. ടേസ്റ്റ് ഉണ്ടാ? സൂപ്പർ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് റവ ആഡ് ചെയ്യുന്നുണ്ട്. അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസോളം പഞ്ചസാര പൊടിച്ചത്, 1 ടേബിൾ സ്പൂണോളം വെണ്ണയോ നെയ്യോ ആഡ് ചെയ്യാം കേട്ടോ. ഇത് 1/4 സ്പൂണോളം ബേക്കിംഗ് പൗഡർ ആണ്, കുറച്ച് ഉപ്പ്. ഇതെല്ലാം ചേർത്ത് കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് കുഴച്ചെടുക്കാനായിട്ട് തിളപ്പിച്ച ആറിയ പാലാണ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവം തന്നെയാണ്. ഇതുപോലെ കുഴച്ചെടുക്കുക. ചിലവര് ഇതില് മുട്ട ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ മുട്ടയൊന്നും ആഡ് ചെയ്തിട്ടില്ല. മിക്കവരും മുട്ട ആഡ് ചെയ്യാറുണ്ട്, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ കുഴച്ചെടുത്ത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമുക്ക് അതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. ഇതുപോലൊരു ഫോർക്ക് എടുക്കുക. ഫോർക്ക് മിക്കവരുടെ വീട്ടിലുണ്ടാവൂ അല്ലേ? എന്നിട്ട് കയ്യിൽ ചെറിയ ഉരുളയാക്കി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഫോർക്കിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് വിരൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇതുപോലെ കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കി എടുക്കുക. കണ്ടില്ലേ ആ ഒരു ഷേപ്പ് വരുന്നത്? കണ്ടോ? ഇതാണ് നമ്മുടെ കുൽക്കുലിൻ്റെ ഷേപ്പ്. ഇങ്ങനെയാണ് അത് എടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ കുൽക്കുൽ, അതിലേക്ക് വെളിച്ചെണ്ണയല്ല എടുക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ്. ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പതുക്കെ തിരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക്. നമ്മുടെ കുൽക്കുൽ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഒരേപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടെ സെർവ് ചെയ്യാം. ചൂടാറിയാലും ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. നല്ല മധുരം ഉണ്ടാവും. നല്ലൊരു സ്നാക്സ് ആണ്. ക്രിസ്തുമസിന് ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കുക കേട്ടോ. അല്ലാണ്ട് തന്നെ നമുക്ക് ക്രിസ്തുമസിന് തന്നെ വേണമെന്നൊന്നുമില്ല. ക്രിസ്തുമസിനാണ് ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാവുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മനുക്കുട്ടൻസ് കിച്ചണിന്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാമെന്ന് നോക്കാം. ഇന്ന് 3 പേരാണ് മനുക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത്
അവൽ ലഡു ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് വത്സല ശിവരാമൻ, ഇരിങ്ങാലക്കുട, തൃശൂർ. താങ്ക് യു വത്സല ചേച്ചി. അടുത്തത് റവ പായസം ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് രമ്യ വിശ്വനാഥ്, അവിട്ടത്തൂർ, തൃശൂർ. താങ്ക് യു രമ്യ. അടുത്തത് അവൽ പായസം ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ശ്രീജ ചന്ദ്രൻ, അഷ്ടമിച്ചിറ, തൃശൂർ. താങ്ക് യു ശ്രീജ. ഇനി നിങ്ങൾക്കും ഇതുപോലെ മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പി ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മണിക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് ഫോട്ടോകൾ അയച്ചു തരാവുന്നതാണ്. ഞങ്ങളതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.